ഹായ് ഹലോ മൈ ബ്യൂട്ടിഫുൾ സോൾസ്. നമസ്കാരം. 2025 അവസാനിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ, ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി പരിശ്രമിച്ചിട്ടും എനിക്കെന്തുകൊണ്ടാണ് ഒരു പുരോഗതിയില്ലാത്തത്? ഈ ഒരു ചോദ്യത്തിനുള്ള ഒരു ക്ലാരിറ്റിയുമായിട്ടാണ് ഈ ഒരു ടാരറ്റ് റീഡിംഗ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത്. ഈ ഒരു റീഡിംഗ് അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് നിങ്ങളെപ്പറ്റിയും നിങ്ങളുടെ ജീവിതത്തെപ്പറ്റിയും ഒരു ഡിവൈൻ ക്ലാരിറ്റി കിട്ടും. ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത് എങ്കിൽ ദയവായി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ആ ഒരു എനർജി വൈബ്രേഷൻ ഈ ഒരു റീഡിങ്ങുമായി കണക്റ്റ് ആവുകയുള്ളൂ. ഒരു 3 പ്രാവശ്യം ബ്രീത്ത് എടുത്ത് അത് റിലാക്സ് ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കാമാക്കിക്കൊണ്ട് വളരെ ശാന്തമായിരുന്ന ഈ ഒരു റീഡിംഗ് കേൾക്കാൻ ശ്രദ്ധിക്കുക. ഒരു ശുഭപ്രതീക്ഷയോടുകൂടി നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. പോസിറ്റീവായിട്ടിരിക്കുക. 2026 നിങ്ങളുടെ കരിയർ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു ക്വസ്റ്റ്യന് വന്നിരിക്കുന്ന കാർഡുകൾ ദ സൺ, ദ മജീഷ്യൻ, 5 ഓഫ് പെൻറ്റക്കിൾസ് ആൻഡ് 2 ഓഫ് പെൻറ്റക്കിൾസ്. ആദ്യം വന്നിരിക്കുന്ന കാർഡ് ദ സൺ ആണ്. കരിയറിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ പരമാവധി പ്രയോഗിച്ചിട്ടുണ്ട്, പക്ഷേ കൂടെയുള്ളവർ അത് അംഗീകരിച്ചു തന്നിട്ടില്ല. 2026 ആകുമ്പോഴേക്കും ആ ഒരു കഥ മാറുന്നു. നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുന്നു, അത് ഒരു വിസിബിലിറ്റിയിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് മറ്റുള്ളവരിൽ നിന്നും അപ്രീസിയേഷൻ ലഭിക്കുന്നു. നിങ്ങളുടെ കോൺഫിഡൻസ് തിരിച്ചു വരുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന ദ മജീഷ്യൻ കാർഡ് സൂചിപ്പിക്കുന്നത് യു ആർ ദ ക്രിയേറ്റർ. ഇതൊരു പവർഫുൾ മെസ്സേജ് ആണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ടൂൾസും നിങ്ങളുടെ കയ്യിൽ തന്നെയുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഇനി ഒരു എക്സ്ക്യൂസ് ചിന്തിക്കേണ്ട. കാരണം നിങ്ങൾ സ്വയം ക്രിയേറ്റ് ചെയ്യുന്ന ഒരു കരിയർ പാത്താണ് 2026 നിങ്ങളിലേക്ക് വരുന്നത്. അത് ചിലപ്പോൾ സ്കിൽ ബേസ്ഡ് കരിയർ ആകാം, ഓൺലൈൻ വർക്ക് ആവാം, ഫ്രീലാൻസിങ് ആവാം, ടീച്ചിങ്, കൺസൾട്ടിങ്, ഹീലിംഗ് സെക്ടർ, മാർക്കറ്റിംഗ്, കമ്മ്യൂണിക്കേഷൻ, അതല്ല എങ്കിൽ സർവീസ് സെക്ടർ, ഇവയിൽ ഏതെങ്കിലും ആകാം. 5 ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് സൂചിപ്പിക്കുന്നത് ഒരു ടെമ്പററി സ്ട്രഗിളിനെയാണ്. 2026 ഒരു പ്രത്യേക ഫേസിൽ വെച്ച് നിങ്ങൾക്ക് ഫിനാൻഷ്യൽ സ്ട്രെസ് വരാം, ഒരു സെൽഫ് ഡൗട്ട് വരിക, എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഉൾഭയം. പക്ഷേ ഇതൊരു പെർമനന്റ് ഫെയിലിയർ അല്ല, ഒരു ട്രാൻസിഷൻ പെയിൻ മാത്രമാണ്. യൂണിവേഴ്സ് പറയുന്നത് ഹെൽപ്പ് ചോദിക്കാൻ ഭയപ്പെടരുത്. ഒരു ഫെയിലിയറൊക്കെ വന്നെങ്കിൽ തന്നെയും ഒറ്റപ്പെടലിലോട്ടൊന്നും പോകാതെ ചുറ്റുപാടുമുള്ള നമുക്ക് വിശ്വസിക്കാവുന്ന ആളുകളിൽ നിന്നും സഹായം സ്വീകരിക്കുക. 2 ഓഫ് പെൻറ്റക്കിൾസ് കാർഡ് പറയുന്നത് ബാലൻസ് ഈസ് ദ കീ. 2026 നിങ്ങളൊരു മൾട്ടി ടാസ്കർ ആകുന്നു എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ജോബ്, അതുപോലെ തന്നെ കരിയർ, ഫാമിലി, പാഷൻ, റെസ്പോൺസിബിലിറ്റി എല്ലാം തന്നെ നിങ്ങൾ ഒരു കുടക്കീഴിൽ മുന്നോട്ട് കൊണ്ടുപോകും. പോകുമ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾ എല്ലാം ഒന്ന് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ ശ്രമിക്കുക. ഓവറോൾ മെസ്സേജ് കരിയറിൽ നോക്കുമ്പോൾ 2026 എന്ന് പറയുന്നത് നിങ്ങൾ ഷൈൻ ചെയ്യുന്ന ഒരു വർഷമായിരിക്കും. നിങ്ങളുടെ ഉള്ളിലെ ആ ഒരു ക്രിയേറ്റിവിറ്റി കൂടുന്ന വർഷം, നിങ്ങൾ ബാലൻസിലേക്ക് വരുന്ന ഒരു വർഷം. നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഒരു സ്ട്രഗിൾ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ ടെമ്പററിയാണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ടാലന്റ് എന്ന് പറയുന്നത് പെർമനൻ്റ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ നിൽക്കും. നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൻ്റെ റീഡിങ്ങിലേക്ക് വരുമ്പോൾ 2026 നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ദ സ്റ്റാർ, 4 ഓഫ് പെൻറ്റക്കിൾസ്, ദ മൂൺ ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങളുടെ ബന്ധത്തിന് ആദ്യം വന്നിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് സ്റ്റാർ ആണ്, ഒരു ഹീലിംഗ്. നിങ്ങളൊരു ഹീലിംഗ് ഫേസിലാണ്, അത് സ്റ്റാർട്ട് ചെയ്യുന്നു. നിങ്ങളുടെ ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ള പാസ്റ്റിലുണ്ടായ ചില സംഭവങ്ങൾ നിങ്ങളെ ഇപ്പോഴും വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അതിനെയെല്ലാം ഹീൽ ചെയ്യുന്ന ഒരു വർഷമായിരിക്കും 2026. നിങ്ങൾക്ക് ഇമോഷണൽ ഹോപ്പ് തരുന്ന ഒരു വർഷം. നിങ്ങളുടെ ഫെയ്ത്ത് എല്ലാം റീസ്റ്റോർ ആകുന്നു. ലവിൽ നിങ്ങൾക്ക് ട്രസ്റ്റ് തിരിച്ചു പിടിക്കാൻ സാധിക്കും. റിലേഷൻഷിപ്പിലൊക്കെ പെട്ട് തീർത്തും തകർന്നു പോയ ആളുകൾക്ക് യൂണിവേഴ്സ് നിങ്ങൾക്കൊരു കൈ തരും. നെക്സ്റ്റ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്ന കാർഡ് 4 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഒന്ന് പിന്നോട്ട് പിടിക്കുന്ന ഒരു അവസ്ഥ, ഹോൾഡിംഗ് ബാക്ക്. അതായത് നിങ്ങളുടെ ബന്ധത്തിൽ ഒരാൾ ഇമോഷണലി ഹോൾഡ് ബാക്ക് ചെയ്യുന്നു. കാരണം ഒരു ഭയമാണ്, നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം, വീണ്ടും ഇതിൽ തുടർന്നാൽ ഹർട്ടാകുമോ എന്നുള്ളൊരു ചിന്ത, ഒരു ഇൻസെക്യൂരിറ്റി. 2026 നിങ്ങൾ അർഹിക്കുന്ന ഒരു സ്നേഹം ലഭിക്കുന്നതായി കാണുന്നു. എന്നാൽ ഓപ്പൺ ആകാൻ കോൺഷ്യസ് എഫേർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നും വേണം. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ മൂൺ ആണ്. മൂൺ വരുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, ഒരു കൺഫ്യൂഷനെ സൂചിപ്പിക്കുന്നു, അതല്ലെങ്കിൽ ഒരു ഇല്യൂഷനെ. ഒരു ഇമ്പോർട്ടൻ്റ് കാർഡാണിത്. ഒരു ഹിഡൻ ഇമോഷൻസിനെ കാണിക്കുന്നു. തേർഡ് പാർട്ടിയിലുള്ള റിലേഷൻഷിപ്പിലുള്ള കൺഫ്യൂഷനെ കാണിക്കുന്നു. ഓവർ തിങ്ക്ഡ് ആയിട്ടുള്ള വ്യക്തികളെ കാണിക്കുന്നുണ്ട്. സ്ലീപ്ലെസ് നൈറ്റ് ആണ് നിങ്ങൾക്ക്. ഈ ഒരു റീഡിങ്ങിൽ ഒരു അഡ്വൈസ് പറയാനാണ് എങ്കിൽ ഒരിക്കലും ഒരു അസംഷൻ വെച്ചിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കരുത്. ക്ലാരിറ്റി ടൈമിൽ മാത്രം ഡിസിഷൻ എടുക്കുക. നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹമാണ് എങ്കിൽ തീർച്ചയായും യൂണിവേഴ്സ് നിങ്ങൾക്ക് മുൻപിൽ ക്ലാരിറ്റി കൊണ്ടുവന്നിരിക്കും. അതുകൊണ്ട് ഒരു റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചുള്ള നിർണായക തീരുമാനമെടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം അതിനൊരു ക്ലാരിറ്റി ലഭിക്കുന്നുണ്ടോ എന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. നിങ്ങളുടെ ഡെസ്റ്റിനി ടേൺ ചെയ്യുന്ന സമയം. ലാസ്റ്റ് വന്നിരിക്കുന്ന കാർഡാണ് ഡെസ്റ്റിനി ഷിഫ്റ്റ് ആകുന്നു. സഡൻ ചേഞ്ചസ് വരാൻ പോകുന്നു. നിങ്ങൾ തമ്മിലൊരു ബ്രേക്കപ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരു ഹീലിംഗ് ഫേസിലേക്ക് പോകുന്നു.
നിങ്ങൾ തമ്മിലൊരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മെസ്സേജ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഒരു സ്റ്റക്ക് റിലേഷൻഷിപ്പിലാണെങ്കിൽ ന്യൂ ഡയറക്ഷൻ നിങ്ങൾക്ക് ലഭിക്കും. 2026 നിങ്ങളുടെ ലവ് റിലേഷൻഷിപ്പ് ഒരു ടേണിംഗ് പോയിന്റിലേക്ക് പോകും. 2026 ഒരു ഓവറോൾ ഫ്യൂച്ചർ ചോദിക്കുമ്പോൾ വന്നിരിക്കുന്ന കാർഡ് പേജ് ഓഫ് കപ്സ് ആണ്. ന്യൂ ഇമോഷണൽ ബിഗിനിങ്ങിനെ സൂചിപ്പിക്കുന്നു. ഇന്നർ ചൈൽഡ് ഹീലിംഗ്, ഇന്നസെന്റ് ജോയ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മെസ്സേജ് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നും വരുന്നു. ചിലർക്ക് 2026 ന്യൂ ലവ് പ്രപ്പോസൽ വരുന്നു. ക്രിയേറ്റീവ് ഓപ്പർച്യൂണിറ്റി നിങ്ങളെ തേടിയെത്തുന്നു. ഇമോഷണൽ റീബർത്ത്. യൂണിവേഴ്സ് പറയുന്നത് ഒരു ഓപ്പൺ ഹാർട്ടോട് കൂടി ഇരിക്കുക, ഒരു തുറന്ന മനസ്സോട് കൂടി ഇരിക്കുക. ഈ പറഞ്ഞ എനർജി എല്ലാം തന്നെ നിങ്ങളെ 2026 തേടിയെത്തും. നിങ്ങൾക്കുള്ള ഡിവൈൻ ഗൈഡൻസ് 2026 ഓവർ കൺട്രോൾ എന്ന് പറയുന്നത് അത് പാടില്ല. വിട്ടുകൊടുക്കുക. നിങ്ങൾക്കുള്ള ഭയത്തെ ട്രസ്റ്റാക്കി മാറ്റുക, വിശ്വസിക്കുക. നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള ഹെൽപ്പ് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണെങ്കിൽ അത് സ്വീകരിക്കുക. നിങ്ങളുടെ ഹൃദയം ഓപ്പണാക്കി വയ്ക്കുക. പാസ്റ്റിലുണ്ടായ ചില മിസ്റ്റേക്കുകളും അതല്ല എങ്കിൽ ചില വിഷമങ്ങളും അതെല്ലാം തന്നെ നിങ്ങളെ നിങ്ങളുടെ പുരോഗതിയിൽ നിന്നും പിന്നോട്ട് വലിക്കുന്നുണ്ടാകാം. ജീവിതം ചെറുതായി ഒന്ന് പോസ് ചെയ്യുക, ഒന്ന് നിർത്തുക. അതിനുശേഷം റീസ്റ്റാർട്ട് ചെയ്യുക, മുന്നോട്ട് പോവുക. നിങ്ങളുടെ പുരോഗതിയെ പിന്നോട്ട് വലിക്കുന്ന ഒരു എനർജിയിലും പെട്ട് നിങ്ങൾ സ്റ്റക്കാവാൻ പാടില്ല. ചെറുതെങ്കിലും വളരെ ചെറുതെങ്കിലും ഒരു മൂവ്മെന്റ് ആ ഒരു ഭാഗത്തു നിന്നും നിങ്ങൾ എടുക്കുക. ദിവസേനയുള്ള ചെറിയ ചെറിയ മൂവ്മെന്റുകൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന വലിയ മൂവ്മെന്റിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കും. ജ്യോതിഷപ്രകാരം 2026 എന്നത് ഒരു മാറ്റത്തിന്റെ വർഷമാണ്. പഴയ ആ ഒരു ചട്ടങ്ങളെല്ലാം തന്നെ പൊളിഞ്ഞ് പുതിയ വഴികൾ തുറക്കുന്ന വർഷമായിരിക്കും. കർമ്മഫലം ശക്തമായി അനുഭവപ്പെടുന്ന കാലഘട്ടം. സ്ലോ ആയിരിക്കും, പക്ഷേ ഷുവർ ട്രാൻസ്ഫോർമേഷൻ ഇയർ ആണ് 2026. ജീവിതം റീസെറ്റ് ചെയ്യുന്ന 2026. 2026 ശനി അഥവാ സാറ്റേൺ നിങ്ങളെ ഡിസിപ്ലിൻ, റെസ്പോൺസിബിലിറ്റി, കർമ്മ എന്നിവ പഠിപ്പിക്കും. കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് ഒരു സോളിഡ് ഫൗണ്ടേഷൻ ഉണ്ടാകും. ജൂപ്പിറ്റർ അഥവാ ഗുരു ഒരു എക്സ്പാൻഷൻ, ലേണിംഗ്, ഇതിൻ്റെ എല്ലാം ഒരു ഹോപ്പ് നിങ്ങൾക്ക് തരും. പക്ഷെ ബ്ലൈൻഡായിട്ട് ഒരു ഓപ്റ്റിമിസം നിങ്ങൾക്ക് വേണ്ട. ശരിയായ ദിശയിൽ ശ്രമിച്ചാൽ ഗ്രോത്ത് ഉറപ്പാണ്. രാഹുവും കേതുവും ചേർന്ന ഒരു മെന്റൽ കൺഫ്യൂഷനിലായിരിക്കുന്ന നിങ്ങൾക്കൊരു ക്ലാരിറ്റി കൊണ്ടുതരും. ഫേക്ക് കണക്ഷൻസ് എല്ലാം തന്നെ കട്ട് ഓഫ് ചെയ്ത് വിടും. എനിക്ക് എന്താണ് വേണ്ടത് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു 2026. കരിയർ ആൻഡ് ഫിനാൻസിൽ ഒരു റീസ്ട്രക്ചറിങ് കൊണ്ടുവരുന്നു. ജോബ് ചേഞ്ചസ് ചിലപ്പോൾ വരാം. റോൾ അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാം. സൈഡ് ഇൻകം, സ്കിൽ ബേസ്ഡ് വർക്കിലേക്ക് പോകുന്നു. ഓൾഡ് കരിയർ പാറ്റേൺ എല്ലാം തന്നെ മാറ്റുന്നു. ജോലിയിൽ ഒരു സ്മോൾ വർക്ക് കൊണ്ടുവരിക. കൺസിസ്റ്റന്റ് ആയിട്ടുള്ള എഫേർട്ട് കൊണ്ടുവരിക. നിങ്ങളെ അത് സക്സസിലേക്ക് കൊണ്ടെത്തിക്കും. റിലേഷൻഷിപ്പിൽ ഇമോഷണൽ ട്രൂത്ത് പുറത്തു വരാം. ടോക്സിക് ആയിട്ടുള്ള ചില റിലേഷൻസ് എൻഡായി പോകാം. ചില വ്യക്തികൾക്ക് ജെന്യുവനായിട്ടുള്ള ഒരു സോൾമേറ്റിനെ ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും 2026. ഒരു സ്പിരിച്വൽ ഗൈഡൻസ് പറയാനാണെങ്കിൽ ജീവിതം ഒന്ന് റീസെറ്റ് ചെയ്യുക. ദിനചര്യകളിൽ പുതുമ കൊണ്ടുവരിക. ശരിയായ ഭക്ഷണം, ശരിയായ ഉറക്കം, അതുപോലെ തന്നെ മെഡിറ്റേഷനുകൾ, പ്രാർത്ഥനകൾ എല്ലാം തന്നെ അതിന്റെ ക്രമത്തിലേക്ക് നിങ്ങൾ ട്രാക്കിലാക്കി കൊണ്ടുപോവുക. ഇവിടെ വന്നിരിക്കുന്ന സോഡിയക് എനർജി എന്ന് പറയുന്നത് ലിയോ, ഏരീസ്, സജിറ്റേറിയസ് ഒരു കരിയർ ഷൈനെ സൂചിപ്പിക്കുന്നു. ക്യാൻസർ, പൈസസ് ഒരു ഇമോഷണൽ ഹീലിംഗിനെ സൂചിപ്പിക്കുന്നു. ജെമിനി, ലിബ്ര ബാലൻസ് ആൻഡ് ഡിസിഷൻസിനെ കാണിക്കുന്നു. ടോറസ്, വിർഗോ ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ്ങിനെ കാണിക്കുന്നുണ്ട്. സ്കോർപിയോ, കാപ്രിക്കോൺ ഒരു ഡെസ്റ്റിനി ഷിഫ്റ്റിനെ കാണിക്കുന്നു. ഈ ഒരു റീഡിംഗ് എന്ന് പറയുന്നത് എല്ലാ സോഡിയക് സൈനും ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു 2026 നിങ്ങൾക്കുള്ള റീഡിംഗ് എന്ന് പറയുന്നത്. റീഡിംഗ് ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ കരിയറിലും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലും ഒരു പേഴ്സണൽ റീഡ് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ ചെയ്യുക. പേഴ്സണൽ റീഡ് പെയ്ഡ് ആണ്. ഈ ഒരു റീഡിങ്ങിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. നെഗറ്റീവായതും നിങ്ങളെ വിഷമിപ്പിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ യൂണിവേഴ്സിന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. എൻ്റെ ദിവസേനയുള്ള പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ പേരും നാളും കമൻറ്റ് ചെയ്യുക. തീർച്ചയായും നിങ്ങളെ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. വരാൻ പോകുന്ന 2026 നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി സർവൈശ്വര്യപൂർണമായ ഒരു ജീവിതം തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രപഞ്ചശക്തിയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.